നമസ്കാരം. ഇസ്രയേലിന് മറുപടി നൽകുമെന്ന് ഖത്തർ. ഗൾഫ് രാജ്യങ്ങൾ ഒന്നിച്ച് ഇസ്രയേലിന് മറുപടി നൽകുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ ബിൻ റഹ്മാൻ ജാസിം അൽ താനി അറിയിച്ചു. പ്രതികരണം എന്താകുമെന്നതിൽ ചർച്ചകൾ നടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ദോഹയിലെത്തി. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അപലപിച്ചിരുന്നു. ഖത്തറിന്റെ പരമാധികാരം ലംഘിച്ചുള്ള നടപടിയിൽ ആശങ്കയുണ്ടെന്നും മേഖലയുടെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഖത്തർ നൽകുന്ന സംഭാവനകൾ ഇന്ത്യ വിലമതിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി മോദി ഖത്തർ അമീറിനെ അറിയിച്ചു. ഇസ്രായേലിന്റെ ആക്രമണത്തിന് കൂട്ടായ തിരിച്ചടി നൽകുമെന്ന് ഖത്തർ അറിയിച്ചിട്ടുണ്ട്. വിവിധ ഗൾഫ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രതികരണം രൂപപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ ബിൻ ജാസിം അൽ താനി വ്യക്തമാക്കി. ഇസ്രായേൽ നടപടിയെ ഭരണകൂട ഭീകരത എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം വിഷയത്തിൽ ഖത്തറിന് കടുത്ത അതൃപ്തിയുണ്ടെന്നും വ്യക്തമാക്കി. ഇസ്രായേലിന് പ്രാദേശിക തലത്തിൽ ഒന്നിച്ച് തിരിച്ചടി നൽകണമെന്നാണ് ഖത്തർ പ്രതീക്ഷിക്കുന്നതെന്ന് ഖത്തർ പ്രധാനമന്ത്രി വ്യക്തമാക്കി. മേഖലയിലെ മറ്റു പങ്കാളികളുമായി ഇസ്രായേൽ ആക്രമണ വിഷയം ചർച്ച ചെയ്തു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞായറാഴ്ച വിദേശകാര്യമന്ത്രിമാരുടെ യോഗവും തിങ്കളാഴ്ച അറബ് ഇസ്ലാമിക് അടിയന്തര ഉച്ചകോടിയും ദോഹയിൽ ചേരും. ഇസ്രായേൽ ആക്രമണത്തിന് മറുപടി നൽകാനാണ് അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി നടത്തുന്നത്. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോടെ ഏത് രീതിയിൽ തിരിച്ചടിക്കണമെന്ന് തീരുമാനിക്കാനാണ് ഉച്ചകോടി. വരുന്ന ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് ഉച്ചകോടി നടക്കുക. അതേസമയം ഹമാസ് നേതാക്കളെ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും തുടരുമെന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുഎസിലെ ഇസ്രായേൽ അംബാസഡർ യെഹിൽ ലൈത്രാണ് ദോഹയിൽ നടത്തിയ ആക്രമണം ഇത്തവണ ലക്ഷ്യം കണ്ടില്ലെങ്കിൽ ഹമാസ് നേതാക്കളെ അടുത്ത വട്ടം വധിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ഇസ്രായേലിനെതിരായി ഉയരുന്ന വിമർശനങ്ങളെ അദ്ദേഹം തള്ളുകയും ചെയ്തിരുന്നു. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിലെ ദോഹയിൽ ആക്രമണം നടത്തിയ ഇസ്രായേൽ ഹൂത്തികളെ ലക്ഷ്യമിട്ടും ആക്രമണം കടുപ്പിച്ചിരുന്നു. യെമനിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. സനയിലെ ഹൂത്തി കേന്ദ്രങ്ങളിൽ ആക്രമണത്തിൽ 35 പേർ കൊല്ലപ്പെട്ടതായും സ്ഥിരീകരണമുണ്ട്. ആക്രമണം തുടരുമെന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയത്. അതേസമയം സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത തുടരുമെന്ന് ഖത്തറും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് ഖത്തർ പിന്മാറിയേക്കുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നു. ഇസ്രായേൽ ആക്രമണം മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്ന US അവകാശവാദം ഖത്തർ തള്ളി. ആക്രമണം ആരംഭിച്ച് 10 മിനിറ്റിന് ശേഷമാണ് അമേരിക്ക വിവരങ്ങൾ കൈമാറിയതെന്നും വ്യക്തമാക്കി. അതിനിടെ ഖത്തറിന് പിന്തുണ അറിയിച്ച് യൂറോപ്യൻ യൂണിയൻ അടക്കം ലോകരാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു. ആദ്യമായി ഒരു GCC രാഷ്ട്രത്തെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടപടി സംഘർഷം പടർത്തുമെന്ന ആശങ്ക ശക്തമാണ്. ഇസ്രായേലിനെ അപലപിച്ചും ഖത്തറിന് ഐക്യദാർഢ്യം അറിയിച്ചും ലോക നേതാക്കൾ രംഗത്തെത്തുകയായിരുന്നു. ഇസ്രായേലുമായി വ്യാപാര നടപടികൾ അവസാനിപ്പിക്കുകയും തീവ്രപക്ഷ നേതാക്കൾക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്യാൻ യൂറോപ്യൻ യൂണിയൻ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. ചൊവ്വാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് 3:50 ദോഹയിലെ ഹമാസ് നേതാക്കൾ തങ്ങിയ കെട്ടിടത്തിൽ 12 തവണയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. മുൻനിര നേതാക്കൾ രക്ഷപ്പെട്ട ആക്രമണത്തിൽ 5 ഹമാസ് പ്രതിനിധികളും ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെടുകയായിരുന്നു. നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവും ഖത്തറിന്റെ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണ് ആക്രമണമെന്ന് ഖത്തർ കുറ്റപ്പെടുത്തി. ആക്രമണത്തെ അപലപിച്ച ജർമ്മനി എന്നാൽ ഇസ്രായേലിനുള്ള പിന്തുണയിൽ മാറ്റമില്ലെന്ന് അറിയിച്ചു. ആക്രമണത്തെ ഖത്തർ ശൂറ കൗൺസിൽ കടുത്ത ഭാഷയിലാണ് അപലപിച്ചത്. ചതിയും ഭീരുത്വവും ക്രിമിനൽ മനസ്സുമാണ് ആക്രമണത്തിന് പിന്നിലെന്നും ഖത്തറിന്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും നേരെയുള്ള കടന്നുകയറ്റമാണെന്നും വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു.